ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ ചെയ്യുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ പലരും പറയുന്ന ഒരു പേരാണ് അമ്മ. അത് അടിവരയിട്ട് നമ്മൾ പറയും അല്ലേ? പക്ഷേ അമ്മ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ഭാര്യ, മകൾ, സഹോദരി എന്ന നിലകളിലെല്ലാം തന്നെ സ്ത്രീകൾ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പലപ്പോഴും കുടുംബത്തിൻ്റെ സന്തോഷത്തിനായി മാറ്റിവെക്കാറുണ്ട്. അവരുടെ കഥകൾ പലപ്പോഴും വാർത്തകളിൽ വരാറില്ല. അവർക്കായിട്ട് ആരും ട്രോഫിയോ മെഡലുകളോ ഒന്നും തന്നെ കൊടുക്കാറുമില്ല. പക്ഷേ ഓരോ വീടുകളുടെയും വിജയത്തിന് പിന്നിൽ ഇത്തരം സ്ത്രീകളുടെ നിശബ്ദമായ ത്യാഗങ്ങളുണ്ടാകും. ഇന്ന് അത്തരത്തിലുള്ള കഥകളെക്കുറിച്ചും അവരുടെ മനസ്സിനെക്കുറിച്ചും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം ഈ വീഡിയോയിലൂടെ. സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന പെൺകുട്ടി. ഓരോ സ്ത്രീയും ജനിക്കുമ്പോൾ മുതൽ അവളും ഓരോ സ്വപ്നങ്ങൾ കാണും. ഒരു നല്ല ഡോക്ടറാകണം, ടീച്ചറാകണം, ബിസിനസ് തുടങ്ങണം, ലോകം ചുറ്റി നടന്ന് സഞ്ചരിക്കണം, സ്വന്തം കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, മറ്റുള്ളവരെ ആശ്രയിക്കാതെ. കുട്ടിക്കാലത്ത് അവൾ വരച്ച സ്വപ്നങ്ങൾക്ക് അതിരുകളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ജീവിതം മുന്നോട്ട് കടന്നു പോകുമ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി മറിയുന്നു. കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിവാഹം, വീട്ടിലെ ഉത്തരവാദിത്വം, ഇവയൊക്കെ കാരണം പല സ്വപ്നങ്ങളും പതിയെ പതിയെ മനസ്സിൻ്റെ ഒരു കോണിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നവർ. ഒരുപാട് സ്ത്രീകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയായി നിലനിൽക്കുന്ന ഒന്നാണ് പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്ന പഠനം. മികച്ച മാർക്ക് വാങ്ങിയിട്ടും വീട്ടിലെ അവസ്ഥ മോശമായതുകൊണ്ടും സഹോദരങ്ങളുടെ പഠനം ആദ്യം നടക്കട്ടെ, നീ പെൺകുട്ടിയല്ലേ, ഇത്രയൊക്കെ പഠിച്ചാൽ മതിയെന്ന് വീട്ടുകാർ പറയും. ഈ വാക്കുകൾ കേട്ട് സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചവർ ഇന്നും അനേകം സ്ത്രീകളുണ്ട്. പക്ഷേ അവർ ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല. കുടുംബം മുന്നോട്ട് പോകട്ടെ എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. വിവാഹത്തിന് ശേഷം മാറുന്ന ജീവിതം. വിവാഹം പല സ്ത്രീകളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പുതിയ വീട്, പുതിയ ആളുകൾ, ഉത്തരവാദിത്തങ്ങൾ. ഇതിനിടയിൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് സമയം കണ്ടെത്താൻ പലരും മറന്നു പോകുന്നു എന്നതൊരു വസ്തുതയാണ്. ചില സ്ത്രീകൾ ജോലി ഉപേക്ഷിക്കുന്നു, ചിലർ സ്വന്തം കരിയർ മാറ്റിവെക്കുന്നു, മറ്റു ചിലർ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോലും സമയം കിട്ടാറില്ല. പക്ഷേ അവർ കുടുംബത്തിൻ്റെ സന്തോഷം കാണുമ്പോൾ കൂടെ സന്തോഷിക്കാൻ പഠിക്കുന്നു. അമ്മയായ ശേഷമുള്ള ജീവിതം. ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ ഒരു സ്ത്രീയുടെ ജീവിതം മുഴുവൻ മാറുന്നു. രാത്രിയിൽ ഉറക്കം നഷ്ടമാകും. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായി ഒരു അമ്മ പ്രാധാന്യം നൽകുന്നു. സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്ന സ്ത്രീ. അവൾക്ക് ക്ഷീണമുണ്ടെങ്കിലും ചിരിച്ചു നിൽക്കും. കരയണമെന്ന് തോന്നിയാലും ശക്തമായി പിടിച്ചു നിൽക്കും. കാരണം അവൾ ഇനിയൊരു അമ്മയാണ്. ആരും കാണാതെ പോയ ത്യാഗങ്ങൾ. പല സ്ത്രീകളുടെയും ത്യാഗങ്ങൾ ആരും കാണാറില്ല. വീട്ടിലുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുക, എല്ലാവരും മുറിയതിന് ശേഷം വിശ്രമിക്കുക, സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തിനായി പണം ചെലവഴിക്കുക. ഇവയൊക്കെ ചെറിയ കാര്യങ്ങൾ പോലെ പലർക്കും തോന്നാം. പക്ഷേ വർഷങ്ങളോളം തുടരുമ്പോൾ ഇതൊക്കെ വലിയ ഒരു ത്യാഗങ്ങളായിട്ടാണ് മാറുന്നത്. എനിക്ക് വേണ്ടിയുള്ള സമയം എപ്പോഴാണ്? പല സ്ത്രീകളുടെയും മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണിത്. എൻ്റെ സ്വപ്നങ്ങൾ, എനിക്ക് വേണ്ടി ഞാൻ എപ്പോഴാണ് ജീവിക്കുക? ഈ ചോദ്യങ്ങൾക്കൊന്നും പലപ്പോഴും ഉത്തരമില്ല അല്ലേ? പിന്നെ ഒഴുക്കിനനുസരിച്ച് നാം സഞ്ചരിക്കുന്നു, അത്ര തന്നെ. സ്വപ്നങ്ങൾ മരിക്കുന്നില്ല. ഒരു കാര്യം ഓർക്കണം, സ്വപ്നങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. അവ കുറച്ചു കാലം ഉറങ്ങിക്കിടക്കും. 40 വയസ്സിൽ പഠനം തുടർന്ന സ്ത്രീകളുണ്ട്. 50 വയസ്സിൽ ബിസിനസ് തുടങ്ങുന്നവർ, 60 വയസ്സിൽ സ്വന്തം കഴിവുകൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ച സ്ത്രീകൾ ഇന്നുണ്ട്. അതിനാൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ സ്ത്രീകൾ. ചില സ്ത്രീകൾ വീണ്ടും അവരുടെ സ്വപ്നങ്ങളിലേക്ക് തിരികെ പോകുന്നു. ചെറിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഹോം ബിസിനസ് ആരംഭിക്കുക, പാചകം, തയ്യൽ, കല, എഴുത്ത് തുടങ്ങിയ കഴിവുകൾ ഉപയോഗിച്ച് പുതിയൊരു ജീവിതം തുടങ്ങുക. അവരുടെ ജീവിതകഥകൾ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. കുടുംബത്തിൻ്റെ പിന്തുണയുടെ പ്രാധാന്യം. ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കുടുംബത്തിൻ്റെ പിന്തുണ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിനക്ക് കഴിയും, ഞങ്ങൾ കൂടെയുണ്ട്. ഈ വാക്കുകൾ കേൾക്കുന്നത് തന്നെ മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ്. ഓരോ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വന്തം കുടുംബത്തിനായി ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളെ പൂർണ്ണമായി നിങ്ങൾ മറക്കരുത്. ദിവസത്തിൽ ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾക്കായി മാറ്റിവെക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിനും ഒരുപാട് വിലയുണ്ട്.
സുഹൃത്തുക്കളെ, ഈ ലോകത്ത് നിരവധി സ്ത്രീകൾ അവരുടെ സ്വപ്നങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തെ ഉയർത്തിയിട്ടുണ്ട്. അവരുടെ പേരുകൾ ചരിത്ര പുസ്തകങ്ങളിൽ ഉണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷേ അവരുടെ സ്നേഹവും ത്യാഗവും കൊണ്ടാണ് നിരവധി കുടുംബങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും അത്തരമൊരു സ്ത്രീ ഉണ്ടാവും. അമ്മ, ഭാര്യ, സഹോദരി. ഇന്ന് തന്നെ അവരോട് പോയി പറയൂ ഒരു വാക്ക്, നന്ദി. എന്തിനാണെന്നല്ലേ? ചിലപ്പോൾ ഒരു നന്ദി പോലും വർഷങ്ങളോളമായിട്ടുള്ള ത്യാഗങ്ങൾക്ക് വലിയ അംഗീകാരമായിരിക്കാം. അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.